നമസ്കാരം. തെന്നാലി രാമൻ കഥകളിലെ 18ാമത്തെ കഥ. രാമനോട് പകവീട്ടാൻ ചിലർ ഒന്നിച്ച് ഗൂഢാലോചന നടത്തുന്നു. അവരുടെ നേതാവ് രാജപുരോഹിതൻ തന്നെയാണ്. അനുയായികളോ സ്വർണമാമ്പഴം ദാനം കിട്ടാൻ മോഹിച്ചിരുന്നവരും. അവരിൽ നിന്ന് രാമൻ ചക്രവർത്തി ദാനം ചെയ്തത് തട്ടിയെടുത്തില്ലേ? അന്നു മുതൽ അവർ പ്രതികാരം ചെയ്യാൻ ആലോചിക്കുന്നു. രാജപുരോഹിതനെ രാമൻ ഒന്നിലധികം തവണ കുടുക്കിലാക്കിയുമിരുന്നു. ദീർഘമായ ചർച്ചയ്ക്ക് ശേഷം ആ ഗൂഢസംഘം ഒരു പദ്ധതി നിശ്ചയിച്ചുറച്ചു. തൻ്റെ കാലശേഷം രാമനെ രാജപുരോഹിതനാക്കാൻ താൻ ഉദ്ദേശിച്ചിരിക്കുന്നു. ആ തീരുമാനം രാജപുരോഹിതൻ രാമനെ അറിയിക്കണം. നിർദ്ദിഷ്ടമായ മതകർമ്മങ്ങൾ നടത്തണം. ശംഖമുദ്രയും ചക്രമുദ്രയും ദേഹത്ത് പതിപ്പിക്കുക എന്നൊരു കർമ്മമുണ്ടെന്ന് പറയണം. രാമൻ അതിന് സമ്മതിക്കാതിരിക്കില്ല. ലോഹമുദ്രകൾ തീയിൽ ചുട്ടുപഴുപ്പിച്ച് രാമൻ്റെ മുതുകിൽ അമർത്തിവെക്കണം. പിന്നീട് ഒരാലോചന നടത്തുന്നതായി ഭാവിക്കണം. അതായത് രാജവിദൂഷകന് പുരോഹിതനാവാൻ യോഗ്യതയുണ്ടോ എന്നത്. യോഗ്യതയില്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്യണം. അപ്പോൾ രാമന് ലഭിക്കുന്നതെന്തായിരിക്കും? മുദ്രകളുടെ പാടും മാനനഷ്ടവും. രാജപുരോഹിതൻ രാമനെ ചെന്ന് കണ്ടു. രാമ, ഒരു സന്തോഷ വർത്തമാനം അറിയിക്കാൻ വന്നതാണ് ഞാൻ. സ്വാമി, എന്താണത്? ഞാൻ എന്നെയും നിങ്ങളെയും സംബന്ധിക്കുന്ന ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ഓഹോ, അങ്ങനെയോ? രാമ, നിങ്ങളിപ്പോൾ രാജവിദൂഷകൻ മാത്രമാണ്. പക്ഷേ ആ സ്ഥാനം നിങ്ങളുടെ യോഗ്യതയ്ക്ക് പോരാ. നിങ്ങൾ എൻ്റെ കാലശേഷം രാജപുരോഹിതനാവണം. ഞാൻ നിങ്ങളെ എൻ്റെ അനന്തരാവകാശിയാക്കാൻ പോകുന്നു. എനിക്ക് സ്വാമിയോട് അതിയായ കൃതജ്ഞതയുണ്ട്. അതിന് കർമ്മങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ദിവസവും സമയവും അറിയിക്കാൻ ദയവുണ്ടാകണം. അടുത്ത വെള്ളിയാഴ്ച രാവിലെ നേരത്തെ എൻ്റെ ഗൃഹത്തിലെത്തണം കേട്ടോ. തീർച്ചയായും ഞാൻ എത്തിക്കോളാം. രാജപുരോഹിതൻ സന്തോഷത്തോടെ മടങ്ങിപ്പോയി. തൻ്റെ വലയിൽ രാമൻ വീണിരിക്കുന്നു. അദ്ദേഹം ഒന്നും മനസ്സിലാക്കിയില്ല. തന്നെപ്പോലെ 1000 പേരെ വിറ്റ കാശുണ്ട് രാമൻ്റെ കയ്യിൽ. രാമൻ ഭാര്യയോട് സംസാരിച്ചു. നീ കേട്ടില്ലേ വിശേഷം? ഞാൻ രാജപുരോഹിതൻ്റെ അനന്തരാവകാശിയാകണം പോലും. അതിലെന്തോ ചതിയുണ്ട്. അത് പിന്നെ എനിക്കറിഞ്ഞുകൂടെ? എന്താണ് അയാളുടെ കൗശലം? അതുമാത്രം പിടികിട്ടുന്നില്ല. അങ്ങ് വളരെ സൂക്ഷിച്ച് പെരുമാറണം കേട്ടോ. ഞാൻ ഏത് ഏടാകൂടത്തിൽ ചെന്ന് പെട്ടാലും ശരി, രക്ഷപ്പെടാൻ എനിക്കറിയാം. നീ ഇതുവരെ അക്കാര്യം മനസ്സിലാക്കിയിട്ടില്ലേ? ഉണ്ട്. എങ്കിലും ഇപ്രാവശ്യം അങ്ങ് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഗൂഢാലോചനക്കാരിൽ ഒരുവനെ സ്വാധീനിക്കണം. അങ്ങനെ ഗൂഢാലോചനകൾ മുഴുവൻ മനസ്സിലാക്കും. ആരാണ് ആ ആൾ? സോമയാജലു എന്നാണ് അയാളുടെ പേര്. അയാൾക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നിരിക്കുന്നു. എന്ത് ബുദ്ധിമുട്ടാണ്? അയാളുടെ ഭാര്യയുടെ പ്രസവ സമയം അടുത്തിരിക്കുന്നു. ചെലവിന് ഒരൊറ്റ കാശ് അയാളുടെ കയ്യിലില്ല. ഞാൻ അയാൾക്ക് 10 സ്വർണ്ണ നാണയം കൊടുക്കും. അയാൾക്ക് എന്നോട് നന്ദി തോന്നും. രഹസ്യങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്യും. എന്താ, നല്ല വിദ്യയല്ലേ? അതെ. രാമൻ നേരെ സോമയാജലുവിനെ കാണാൻ പോയി. അയാൾ വളരെ വിഷമിച്ചിരിക്കുകയാണ്. പണം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സമയമാണ്. പണമൊട്ടില്ല താനും. രാജപുരോഹിതൻ്റെ ഗൂഢസംഘത്തിലെ അംഗമാണ് അയാൾ. ആ സ്ഥിതിക്ക് നേതാവിൻ്റെ പക്കൽ നിന്നും പണം മേടിച്ചുകൂടെ? അത് സാധ്യമല്ല. അത്ര കണ്ട് ലുബ്ധനാണ് രാജപുരോഹിതൻ. അറിഞ്ഞുകൊണ്ട് അയാൾ ഒരുവനും ഒരു ചില്ലിക്കാശും കൊടുക്കുകയില്ല. സോമയാജലുവിൻ്റെ സങ്കടം ഊഹിക്കാം. അപ്പോഴാണ് രാമൻ ചെന്ന് കാര്യമെടുത്തിട്ടത്. ആദ്യമൊക്കെ സോമയാജലു രാമൻ്റെ പ്രലോഭനത്തിന് വഴങ്ങിയില്ല. താൻ രഹസ്യം പുറത്താക്കിയെന്നത് നേതാവ് അറിഞ്ഞാലോ? തൻ്റെ കാര്യം കുഴപ്പത്തിലാവും. പക്ഷേ രാമൻ്റെ വാക്ശക്തി ഒന്ന് വേറെയാണ്. എന്തിനു പറയുന്നു? സോമയാജലു പണം വാങ്ങി. എന്നിട്ട് ഗൂഢസംഘത്തിൻ്റെ പദ്ധതി വിസ്തരിച്ചറിയിച്ചു. കിട്ടേണ്ടത് കിട്ടിയില്ലേ? രാമൻ സന്തോഷിച്ചു. അതേസമയം ഒരു തീരുമാനവും എടുത്തു. 10 സ്വർണ്ണ നാണയമാണല്ലോ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ നഷ്ടം വീണ്ടെടുക്കണം. അതും പോരാ, നല്ല ലാഭവും ഉണ്ടാക്കണം. വെള്ളിയാഴ്ചയായി.
രാമൻ അതിരാവിലെ എഴുന്നേറ്റ് സ്നാനം ചെയ്തു. കൃത്യസമയത്തിനു മുമ്പ് രാജപുരോഹിതൻ്റെ ഭവനത്തിൽ ഹാജരുമായി. രാജപുരോഹിതൻ അയാളെ ഹാർദവുമായി സ്വീകരിച്ചിരുത്തി. കർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് പട്ടുവസ്ത്രം ധരിക്കേണ്ടതുണ്ട്. വളരെയേറെ വിലപിടിപ്പുള്ള ഒരു പട്ടുവസ്ത്രം സമ്മാനിച്ചു രാജപുരോഹിതൻ. അതും ധരിച്ച രാമൻ അങ്ങനെ വിലസുകയാണ്. രാജപുരോഹിതൻ അയാൾക്ക് 100 സ്വർണ്ണ നാണയങ്ങളും നൽകി. ഹോമവും പൂജയും ജപവുമൊക്കെ വിധിപ്രകാരം നടന്നു തുടങ്ങി. ഗൂഢസംഘക്കാരുടെ മുഖങ്ങളിൽ സന്തോഷം തെളിഞ്ഞു കാണാം. രാമന് താമസിയാതെ തക്ക സമ്മാനം കിട്ടും. അവരുടെ സന്തോഷത്തിൻ്റെ കാരണം രാമനും അറിയാം. അറിഞ്ഞിട്ടില്ല എന്ന് അയാൾ ഭാവിക്കുന്നു എന്നേയുള്ളൂ. ഒടുവിൽ ആ സമയം വന്നെത്തി. ശംഖിൻ്റെയും ചക്രത്തിൻ്റെയും മുദ്രകൾ പതിപ്പിക്കുന്ന സമയം. മുദ്രകൾ എരുതിയിൽ കിടന്ന് പഴുത്തിട്ടുണ്ട്. രാജപുരോഹിതൻ അവയെടുത്ത് രാമനെ സമീപിച്ചു. രാമൻ എഴുന്നേറ്റ് നിന്നു. സ്വാമി, അങ്ങ് എനിക്ക് 100 സ്വർണ്ണ നാണയങ്ങൾ തന്നു. 50 എണ്ണം ഞാനിത് അങ്ങേക്ക് മടക്കി തരുന്നു. അയാൾ വിളിച്ചു പറഞ്ഞിട്ട് അത്രയും നാണയങ്ങൾ മുമ്പിലേക്ക് എറിഞ്ഞു. അതിനുശേഷം രാമൻ തിരിഞ്ഞു ഒരു ഓട്ടം. രാജപുരോഹിതൻ ആദ്യം പകച്ചു നിന്നു. അതിനുശേഷം മുദ്രകളും പിടിച്ച് രാമൻ്റെ പുറകെ ഓടി. ഗൂഢസംഘക്കാരെല്ലാം അദ്ദേഹത്തെ അനുഗമിച്ചു. അല്പനേരത്തിനുള്ളിൽ എല്ലാവരും ഓട്ടം മതിയാക്കി. അവരെക്കാൾ വേഗത്തിൽ രാമൻ ഓടി മറഞ്ഞിരുന്നു. രാമൻ്റെ ഓട്ടം അവസാനിച്ചതെവിടെ? കൊട്ടാരത്തിൽ, ചക്രവർത്തിയുടെ മുമ്പിൽ. അയാൾ നടന്നതെല്ലാം ചക്രവർത്തിയെ അറിയിച്ചു. തിരുമേനി, രാജപുരോഹിതൻ എനിക്ക് 100 സ്വർണ്ണ നാണയങ്ങൾ തരികയുണ്ടായി. കർമ്മങ്ങൾ പകുതിയാകും വരെ ഞാൻ അവയിൽ പങ്കുകൊണ്ടു. പകുതി കർമ്മങ്ങളിൽ പങ്കുകൊണ്ടതുമില്ല, അതായത് മുദ്ര വയ്ക്കുന്നതിൽ. അതുകൊണ്ട് ഞാൻ 50 സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. എന്താ അതിൽ തെറ്റുണ്ടോ? അയാൾ ചോദിച്ചു. രാമ, നിങ്ങൾക്ക് രാജപുരോഹിതനാവാൻ യോഗ്യതയില്ല. അക്കാര്യം നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾക്കൊരു മേന്മ തന്നെ. നിങ്ങൾ സത്യം പറഞ്ഞത് നന്നായി. അതിന് നിങ്ങൾ നല്ല പ്രതിഫലം അർഹിക്കുന്നു, ചക്രവർത്തി പറഞ്ഞു. അദ്ദേഹം 1000 സ്വർണ്ണ നാണയങ്ങൾ വെച്ച ഒരു മടിശീല വരുത്തി. രാമ, ഇത് നിങ്ങൾക്കിരിക്കട്ടെ, അദ്ദേഹം പറഞ്ഞു. മടിശീല നൽകി. രാമൻ മടിശീലയും കൊണ്ട് വീട്ടിലെത്തി. അകത്തു നിന്ന ഭാര്യ പുറത്തേക്ക് വന്നു. രാമൻ ഭാര്യയോട് പറഞ്ഞു, ഞാൻ 10 സ്വർണ്ണ നാണയങ്ങൾ വിതച്ചു. അത് 105 മേനി വിളഞ്ഞിരിക്കുന്നു. അതായത് ആകെ 1050 സ്വർണ്ണ നാണയങ്ങൾ കിട്ടി. നന്ദി.